എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ ബക്കറ്റിലോ ചട്ടികളിലോ പഴയ പാത്രങ്ങളിലൊക്കെ നട്ടിരിക്കുന്ന പച്ചക്കറികൾ ഇതുപോലെ ഹെൽത്തി ആയിട്ട് നിൽക്കണമെങ്കിൽ ഒരു ട്രിക്കാണ് ഇപ്പോൾ പറയുന്നത്. സാധാരണ നമ്മൾ നാട്ടിൻപുറത്ത് ഏറ്റവും സുലഭമായി കിട്ടുന്ന ചാണകപ്പൊടി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഫംഗസിനെ തടയാനുള്ള ഒരു മാർഗ്ഗമാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. കാരണം നമ്മൾ ചാണകപ്പൊടി നമ്മൾ നാട്ടിൻപുറത്തൊക്കെ മേടിച്ചിടുമ്പോൾ അതിനകത്ത് ചില ചാണകപ്പൊടി ശരിക്കുള്ള ഉണക്ക് കിട്ടില്ലെങ്കിൽ അതിനകത്ത് ചെറിയ ഫംഗസിൻ്റെ അംശം കാണും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ചെടിക്ക് കിട്ടും ചാണകപ്പൊടിയിൽ നിന്ന്. അപ്പോൾ അതിനുള്ള ദോഷങ്ങൾ വരാതിരിക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ 3-4 കിലോ ചാണകപ്പൊടി എടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ടൊന്ന് പൊടിക്കുക. ആദ്യം കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തടി വെച്ച് തട്ടി പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ കടകളിൽ കിട്ടുന്ന ഫസ്റ്റ് ക്വാളിറ്റി വേപ്പിൻ പിണ്ണാക്ക് ഫസ്റ്റ് ക്വാളിറ്റി മേടിക്കണം. അതൊരു 2 പിടി നമ്മളെ കൈക്ക് വരുന്ന 2 പിടി ഇട്ടാൽ മതി. 2 പിടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഫുള്ളൊന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ്. അതിന് ശേഷം നമ്മൾ ഇതിൽ നിന്നും 1 പിടി 2 പിടി ചെടിയുടെ വലുപ്പം അനുസരിച്ച് അതിൻ്റെ മുകളിലെ മണ്ണൊക്കെ ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മാത്രം അന്ന് വെള്ളം ഒഴിക്കുക. അങ്ങനെ നമ്മൾ ചാണകത്തിൻ്റെ വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ ചാണകം കറക്റ്റ് ഉണക്കല്ലാതെ വരുന്ന അസുഖങ്ങളുണ്ട്, ഫംഗസ് ഉണ്ട്, അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഏത് ചാണകം വേണമെങ്കിലും ഇനി ഉപയോഗിക്കാം. ഉണങ്ങാത്തതോ ഒരു മീഡിയം ഉണക്ക് വന്നതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പൂപ്പൽ പിടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം.